നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു തട്ടുകട സ്റ്റൈൽ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ തട്ടുകട സ്റ്റൈലിലെ കൊള്ളിയും കോഴിമുട്ടയും കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കൊള്ളി എന്ന് പറയുന്നത് കപ്പയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 3 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. അതുപോലെ തന്നെ 300 ഗ്രാം കൊള്ളി കഴുകി ക്ലീൻ ചെയ്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുങ്ങിക്കിടക്കാവുന്ന വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു പകുതി ടു 1/4 വേവാവുന്ന ഒരു ടൈമിൽ ഇതിലേക്ക് ഉപ്പും പൊടി ആവശ്യത്തിനുള്ളത് വെച്ച് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കുക്ക് ചെയ്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ അത് പൊട്ടാവുന്ന രീതിയിൽ വെന്ത് വന്ന ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെള്ളം സ്റ്റെയിൻ ചെയ്തിട്ട് നീക്കി വയ്ക്കാം. ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടായി വന്ന ടൈമിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്ന ടൈമിൽ ബീറ്റ് ചെയ്തിട്ട് നീക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു കയ്യിൽ വെച്ച് ഇളക്കി അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആയി വരുന്നൊരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കുരുമുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് നീക്കി വയ്ക്കാം. ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്നൊരു പകുതി പോർഷൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാൻ ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. കോഴിമുട്ട ആയാലും കൊള്ളി ആയാലും വേവിച്ചെടുത്തത് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ അത് കാരണം കൂടുതലാവേണ്ട ആവശ്യാനുസരണം അവസാനം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നന്നായി വാടിപ്പോകേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വാടി തുടങ്ങുന്ന ഒരു ടൈമിൽ അതൊന്ന് കുഴഞ്ഞു തുടങ്ങുന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള കൊള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്രേവി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് കറി വെച്ചതിൻ്റെ ഒരു ഗ്രേവിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫിലേക്ക് നമുക്ക് ഉപ്പും മുളകും മല്ലിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കുന്നതിനെക്കാട്ടും മുന്നേ ഒരു 1/4 കപ്പ് എടുത്തതിന് ശേഷം ആ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് തട്ടുകടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തത്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഷാർപ്പായിട്ടുള്ള കയ്യിൽ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ മാക്സിമം അത് യോജിപ്പിച്ച് ഉടച്ചെടുക്കുന്നതിലാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കൊള്ളിയും അതുപോലെ തന്നെ എഗ്ഗും നന്നായിട്ട് യോജിച്ച് ഉടഞ്ഞ് മിക്സായി കിട്ടുമ്പോഴാണ് ആ തട്ടുകടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുവിധം ഉടഞ്ഞ് നന്നായി യോജിച്ചിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില, അധികമൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പൊടി കുറവുണ്ടോ കുരുമുളക് പൊടി കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെർവ് ചെയ്യുന്നൊരു ടൈമിൽ കുറച്ച് സവോള, നമ്മൾ പകുതി സവോളയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്, ബാക്കി സവോള ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അന്ന് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.